ഓണമെന്ന് പറയുന്നത് ജൈവസമൃദ്ധിയുടെ ഒരു ഉത്സവം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ജൈവ കൃഷി വളരെ മനോഹരമായി നടത്തുകയും സർക്കാർ തലത്തിൽ അതിന് വളരെയേറെ അംഗീകാരം ലഭിക്കുകയും ചെയ്ത സുഷമ ചേച്ചിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ കേര കർഷക അവാർഡാണ് സുഷമ ചേച്ചിയെ തേടി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് നമ്മോടൊപ്പം സ്പെഷ്യൽ അതിഥിയായാണ് സുഷമ ചേച്ചി എത്തുന്നത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. എല്ലാവർക്കും എല്ലാ സമയത്തും അസുഖങ്ങൾ, ആശുപത്രികളിൽ നിന്ന് ഒഴിഞ്ഞ സമയമില്ല. അപ്പോൾ നല്ല ഭക്ഷണം കൊടുത്താൽ കുറേ ആശുപത്രിയിൽ പോകണതൊക്കെ കുറയും. കുട്ടികൾക്കൊക്കെ ഏറ്റവും പാല് കൊടുക്കണം എന്നാ പറയാം. പിന്നെ നമ്മൾ പെല്ലറ്റ് കൊടുക്കാതിരിക്കുന്നതും അതിൻ്റെ ഔഷധ ഗുണം നഷ്ടപ്പെടരുത് എന്ന് വിചാരിക്കും. കഴിയുന്നതും നമ്മൾ ആരോഗ്യ സംരക്ഷണം നിർബന്ധമാണ്. ഒരു ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത് ആ ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ കാർഷിക രംഗത്തേക്ക് വരാൻ, ഈ കൃഷി രംഗത്ത് കുറച്ച് നിൽക്കണം എന്നുള്ള ഒരു പ്രേരണയുടെ കാരണം? ചേച്ചിയെ സംബന്ധിച്ച് ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് അല്ലേ? കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു വലിയ അവാർഡ് നേടിയെത്തുന്നു. ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കാരണം വീട് നിറയെ എന്താ പറയുക, പച്ചപ്പും അതുപോലെ തന്നെ തെങ്ങുകളും പശുക്കളും ഒക്കെ നിറഞ്ഞ ഒരു ഹരിതാപമായ ഒരു വീട് തന്നെയാണ്. ചേച്ചി എങ്ങനെയാണ് ഈ വർഷത്തെ ഓണത്തെ നോക്കി കാണുന്നത്? എത്രത്തോളം സന്തോഷത്തിലാണ്? നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഈ വർഷം ഏറ്റവും നമ്മൾ കുറേ കാലങ്ങളായിട്ടുള്ള പ്രയത്നങ്ങളുടെ ഫലം പോലെ നമുക്കൊരു അവാർഡ് കിട്ടുന്ന സമയത്ത് അതൊരു സന്തോഷമാണ്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവാനുള്ള ഒരു സാഹചര്യമാണ്. ആ സന്തോഷത്തിലാണ് ഞാൻ ഈ വർഷം അത് കൂടുതൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ്. നമുക്കൊരു കൃഷി അവാർഡ് തരുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാനും അതോടൊപ്പം അതിനെ കൂടുതൽ മെച്ചത്തിലേക്ക് കൊണ്ടുവരലും കൂടിയാണ് ആവശ്യം. അപ്പോൾ അത് കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടി എനിക്ക് വന്നു എന്നുള്ളതും കൂടിയാണ്. അത് സന്തോഷമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ളത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൃഷി എന്ന് പറയുന്നത്. ഏത് മേഖലയെക്കാട്ടിയും എനിക്ക് കൃഷീനെ ഞാൻ അങ്ങേതല ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് എന്നും നിലനിർത്തി കൊണ്ടുപോകണം എന്നും കരുതുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന കാലം എന്തായാലും കൃഷിയെ നിലനിർത്തി കൊണ്ടുപോകാൻ. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയ കാരണം അതിനെ കൂടുതൽ മെച്ചത്തിലേക്ക് കൊണ്ടുപോകാനും ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുക, ആശംസ നൽകുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ഇത്ര കാലം ചെയ്ത ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഫലം അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. ചേച്ചി ഇപ്പോൾ ഒരു 12 വർഷത്തിലേറെയായി ഈ കാർഷിക രംഗത്ത് സജീവമായിട്ട് തന്നെ, ഭർത്താവിനൊപ്പം തന്നെ സജീവമായിട്ട് കാർഷിക രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കൃഷി കൂടാതെ ബിസിനസ് ഉണ്ട്, പിന്നെ അത് കൂടാതെ കലാപരമായ പല പരിപാടികളുമുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ എങ്ങനെയാണ് കൃഷിയെ ഒരു ജീവിതത്തിൻ്റെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കാരണം രാവിലെ എണീക്കുമ്പോൾ റുട്ടീൻ വർക്കുകൾ എങ്ങനെയാണ് ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്? ശരിക്കും എനിക്ക് എൻ്റെ പറമ്പും പരിസരത്തും ഇറങ്ങിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു വിഷമം പോലെ, എന്തോ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു വിഷമം പോലെ അതേപോലെയുള്ള ഒരു അവസ്ഥ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും കുറച്ച് സമയം ആ സമയം ഒരു 1-2 മണിക്കൂറെങ്കിലും ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആദ്യം ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ കുറച്ച് ചെടികൾ നടാനും അതിനെ ഒന്നുമില്ലെങ്കിൽ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ മനസ്സിനും പുതിയ തൈകൾ നടുക, അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് വലിയൊരു ആശ്വാസമാണ്. അതിൻ്റെ ഒരു ജീവനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്തും ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം ലഭിക്കാറുണ്ട്. ഇതെന്നും നിലനിർത്താൻ ആ സന്തോഷങ്ങളെ എന്നും കിട്ടാനും അത് ഏറ്റവും കൂടുതൽ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം. ചേച്ചി ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഇതുപോലെ തന്നെ കാർഷിക രംഗത്ത് അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൃഷിയെ പരിപാലിക്കാനും അതുപോലെ തന്നെ കാർഷിക രംഗത്ത് സജീവമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിനുണ്ടാകും. അതെ അതെ അതെ, നമ്മളറിയില്ല നമ്മളുടെ വിഷമങ്ങൾ ആ സമയങ്ങൾ. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ 2 മണിക്കൂർ വേഗം അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തിയിട്ട് അപ്പോൾ ഒരു ചെടി നടുമ്പോൾ അതിൻ്റെ ഒരു പൂവും കാണുമ്പോൾ അതിനൊരു പരിപാലനം കൊടുക്കുമ്പോൾ എവിടുന്ന അതിൻ്റെ ഒരു
സന്തോഷം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മനസ്സിൻ്റെ ടെൻഷൻ കുറയുമായിരുന്നു. അപ്പോൾ അതിന് ഇത് ജീവിതകാലം വരെ എനിക്ക് എത്ര കാലം പറ്റും അത്രയും കാലം വരെ ഞാൻ നിലനിർത്താൻ ശ്രമിക്കും. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ ഇതാണ് അത്. ചേച്ചി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ 12 വർഷമായിട്ടുള്ളൂ ഈ രംഗത്തെത്തി. അപ്പോൾ എന്താണ് ഈ മറ്റേ കാർഷിക രംഗത്തേക്ക് വരാൻ, ഈ കൃഷി ഈ രംഗത്ത് ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു പ്രേരണയുടെ കാരണം? ഞാൻ ആദ്യം മുതലേ കൃഷി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പഴയ കാലങ്ങളെ ഞാൻ ശരിക്കും പഴയ കാലങ്ങളെ ഓണക്കാലം, അതായത് നമ്മളെ സ്കൂൾ പഠിക്കുന്ന കാലങ്ങളിൽ ഞാൻ അന്ന് പൂവ് പൊട്ടിക്കൽ, അങ്ങനെ പല ഇതിനെ ഇഷ്ടപ്പെട്ട നെല്ല് വയലുകൾ, അതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ആ രീതികളൊക്കെ മാറിയിട്ടുണ്ട്, നമ്മളെ സാഹചര്യങ്ങൾ മാറിയിട്ട് നമ്മൾക്ക് ബന്ധങ്ങൾക്ക് കൂടി അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ആ പഴയ രീതിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു മനസ്സുകൊണ്ട് കുറേയെങ്കിലും ആ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു രീതി കൊണ്ടാണ് ഞാൻ കൂടുതൽ കൃഷിയിലേക്ക് പിന്നെ ഞാൻ വന്നത്. എന്താ വെച്ചാൽ ഞാൻ ആദ്യം കുറച്ച് രീതിയിൽ ചെയ്തിരുന്നു, അതിനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ഞങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ഭാഗത്തേക്കും കൃഷി അത് ഓരോ ഭാഗമായിട്ട് ഞാൻ 12 വർഷമായിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെറുതായിട്ട് ചെയ്യണ്ടായിരുന്നു, പക്ഷെ അത് അത്രത്തോളം ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരം ഭാഗം ഫുള്ള് 10 ഏക്കറിൽ ഞങ്ങൾ ഫുള്ളായിട്ട് കൃഷി ചെയ്യുകയാണ്. അതൊരു ഭാഗത്തുനിന്ന് ആദ്യം കുറ്റിമുല്ലയിൽ നിന്ന് തുടങ്ങി പിന്നെ ഇങ്ങനെ കൂടുതൽ ഓരോ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ കുറ്റിമുല്ലയായിരുന്നു ആദ്യം തുടങ്ങുന്നത്. പിന്നീടാണ് ഈ തെങ്ങിലേക്കൊക്കെ വരുന്നത്. അല്ല, തെങ്ങ് ആദ്യം മുതലേ ഉണ്ട്, പക്ഷെ നമ്മൾ അതിനെ കുറ്റിമുല്ലയാണ് കൂടുതലായിട്ട് ചെയ്ത്. തെങ്ങിൻ്റെ പരിപാലനം അന്നുണ്ട്, കൂടുതലായിട്ട് തെങ്ങന്നെ അന്നും ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഒരു ഇടവേളയായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ, പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ കുറ്റിമുല്ലയാണ് ആദ്യമായിട്ട് തുടങ്ങി. അന്നും തെങ്ങുണ്ട്, തെങ്ങിനെ നമ്മൾ ആ പ്രാധാന്യം കൊടുത്തിട്ട് അന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ കൃഷി ചെയ്യുന്ന തെങ്ങിനെ മാത്രമായിട്ട് അന്ന് പോവുമായിരുന്നു. അപ്പോൾ ആ മാറ്റം അതിലേക്ക് കുറച്ച് വ്യത്യാസം വരും. പിന്നെ എല്ലാ ഇടവേളകളായി ബാക്കി എല്ലാ രീതിയിലേക്കും അങ്ങോട്ട് മാറി. പിന്നെ അതിൻ്റെ തെങ്ങിനെ കൂടുതൽ പോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇടവേള കൃഷി നിർബന്ധമാണ്. ഇടവേളകൾ ചെയ്യുമ്പോൾ തെങ്ങ് ഒന്നും കൂടി കൂടുതൽ നന്നാവും. അപ്പം നമ്മൾക്ക് തെങ്ങുന്ന വരുമാനം കൂടുതൽ കിട്ടും ചെയ്യും. അതിൻ്റെ ഒപ്പം നമ്മൾ തെങ്ങിനെ പരിപോഷിപ്പിക്കൽ കൂടുതൽ ഉള്ളതാണ്. അതെ, അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ മറ്റുള്ള എല്ലാത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെയാണ് പിന്നെ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ തെങ്ങ് എനിക്കൊരു നല്ല ഭക്ഷണം എനിക്ക് ആദ്യം മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. പഴയ രീതിയിൽ നന്നായിട്ടുള്ള ഭക്ഷണം അത് ആ ചിട്ടയോട് ഉണ്ടായിരിക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഇപ്പോഴും ഇങ്ങനെ പാക്കറ്റുകളൊക്കെ കഴിയുന്നതും നമ്മളല്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം, അങ്ങനെ ഒരു ചിട്ടകൾ കുറച്ചൊക്കെ ഇപ്പം എല്ലാം നടക്കില്ല, എന്നാലും അങ്ങനെയുള്ളൊരു ചിട്ടകൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി നല്ല ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സമയത്തും അസുഖങ്ങൾ, ആസ്പത്രികളിൽ നിന്ന് ഒഴിഞ്ഞ സമയമില്ല. അപ്പോൾ നല്ല ഭക്ഷണം കൊടുത്താൽ കുറേ ആശുപത്രിയിൽ പോണതൊക്കെ കുറയും. അപ്പം ഞാൻ കൊടുക്കുന്ന സാധനം എന്താണോ ഞാൻ എൻ്റെ ഒരു ഉൽപ്പന്നമായി കൊടുക്കുള്ളൂ. ആ ഉൽപ്പന്നത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പന്നം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായി മാറുമ്പോൾ അതിലെന്തൊക്കെ വിഷാംശം ചേരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൊടുക്കുന്ന സാധനം നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ വിഷം കഴിക്കുന്നതെന്നൊക്കെ ഒന്ന് കുറഞ്ഞാൽ അത്രയും ആശ്വാസം. അതിൻ്റെ രീതിയിലാണ് ഞാൻ ഫുഡ് പ്രൊഡക്ട്സിലേക്കും കൂടി ഇവിടെ ഉണ്ടാക്കണ ഉൽപ്പന്നങ്ങളുണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൻ്റെ ഇത് തുടങ്ങിയത്. എന്തൊക്കെയാണ് ഈ 30ഓളം പ്രോഡക്ട്സ് ഉണ്ട്. അത് വെളിച്ചെണ്ണ ഞങ്ങൾ ഫുള്ള് ഇവിടെയുള്ള തേങ്ങയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തന്നെ ഇവിടെ കൊപ്രയേക്കും, പുറത്തുനിന്ന് നമ്മളൊരു തേങ്ങ ഒന്നും എടുക്കുന്നില്ല. ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടാണ്, എടുക്കേണ്ടി വന്നാൽ പോലും കൊപ്ര ഒരിക്കലും ഞാൻ പുറത്തുനിന്ന് എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ വളരെ വിഷം കലർന്നിട്ട് വരുന്നുണ്ട്. നമുക്ക് കൊപ്രയൊന്നും ഉണ്ടാക്കുന്ന രീതികൾ തന്നെ അതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അതിപ്പോൾ ഞാൻ കൊപ്ര ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കും. തേങ്ങ നമ്മൾ മേടിച്ചാലും അത്രത്തോളം അത് പ്രശ്നം വരില്ല. പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്, വെന്ത വെളിച്ചെണ്ണ ഉണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് തന്നെയല്ല. കുരുമുളക്, അങ്ങനെ എല്ലാം അത് വെച്ചിട്ടുള്ള കറിവേപ്പില. ഏറ്റവും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങൾക്കൊരു ബസ്സിൻ്റെ ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കോയമ്പത്തൂരിന് കറിവേപ്പില കയറ്റി പോകും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ആ കറിവേപ്പില കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ പരിസരത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മന്നത വരുന്നത്. അത്രയും കീടനാശിനി അടിച്ചിട്ടാണ് പോണത്.
അതുകൊണ്ട് ഞാൻ ഇവിടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം കറിവേപ്പില കുറേ വെച്ചു. കാരണം ഞാൻ ഇന്ന് വരെ പുറത്തുനിന്ന് ഒരു കറിവേപ്പില മേടിച്ചു. അപ്പം നമ്മളെ വിഷാംശം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പിന്നെ 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 നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. കഴിയണത് പരമാവധി അത് ചില സാധനങ്ങൾ നമ്മൾക്ക് എന്തായാലും പറ്റില്ല, അതിനെ പുളിവെള്ളത്തിലൊക്കെ കഴുകി കീടനാശിനി കളഞ്ഞിട്ട് മാത്രമേ ഞാനിവിടെ ഫുഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് എനിക്ക് എടുക്കാറുള്ളൂ. അപ്പോൾ കഴിയുന്നതും നമ്മൾ ആരോഗ്യ സംരക്ഷണം നിർബന്ധമാണ്. ഒരു ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത് ആ ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. നമ്മളിപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, കുറേ കൃഷി ചെയ്തു എന്ന് വിചാരിച്ച കാര്യമില്ല, ചിലപ്പോൾ അത് എങ്ങനെയാണ് പോകണം എന്നുള്ളതും കൂടി അറിയില്ല. അത് കാരണം കൊണ്ട് ഞാനത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിലേക്കും കൂടി തിരിയാൻ തുടങ്ങിയത്. 30ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ഫാമിലൊക്കെ പോയിട്ട് നമുക്ക് എന്തായാലും ഫാം വരുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായിട്ട് കണ്ട സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഫാമിൽ മുഴുവനായിട്ട് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം, അതാവും നന്നാവുക. ഇപ്പോൾ ഈ കൃഷി രീതി സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നുണ്ട് അത് ലാഭകരമല്ല എന്നൊക്കെ. അത് ലാഭകരമല്ലാതെ ആവണത് നമ്മൾ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിലേക്ക് മാറാത്തോണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ലാഭത്തിലേക്ക് പോവാം. നമ്മളെ പ്രൊഡക്ട്സുകളെ നമ്മൾ മൂല്യവർദ്ധിതാക്കി മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് വില കിട്ടും. ഒന്നാമത് ഇപ്പോഴത്തെ തൊഴിൽ ലേബർ ചാർജ് ഒക്കെ വരുമ്പോഴും പിന്നെ ഇപ്പം ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ. അപ്പം നമ്മൾ ഒന്നാമത് അത് കൂടുതൽ പിന്നെ യന്ത്രങ്ങളെ സഹായം തേടണം. പിന്നെ യന്ത്രങ്ങളെയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ വാല്യൂ ആഡഡ് ആണെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ ഞാൻ വലിയൊരു ലാഭത്തിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് അതിനെ എത്തിക്കാൻ പറ്റുന്നു 100%. അല്ല അതല്ല, ഇപ്പോൾ ഈ നമ്മുടെ ഈ സാധാരണക്കാരായ ഒരു കർഷകർ ഒരു മീഡിയം ഇതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ സർക്കാർ സബ്സിഡികളും ഇതൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, സബ്സിഡി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സൗകര്യത്തിന് മാത്രം നമ്മളുടെ ഒരു കാര്യം ചെയ്യാൻ മാത്രം നമുക്ക് ചെറിയൊരു സഹായമാണ്. അത് എത്രത്തോളം ഫലവത്താവണമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. ചേച്ചി, നമ്മളുടെ ഈ ഒരു കൃഷി രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ പശുക്കളുടെ ഒരു പരിപാലനം എന്ന് പറയുന്നത്. കാരണം കൃഷി പരിപോഷിപ്പിക്കാനും പശുക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി നന്നാവൂ. എങ്ങനെയാണ് ഇവിടെ ഏകദേശം എത്ര ഇനം പശുക്കളുണ്ട്? ഇവിടെ ഇപ്പോൾ 27 പശുക്കുട്ടികളടക്കം 27 ഉണ്ട്. ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ മാത്രമാണ് ഇവിടെ വളർത്തുന്നത്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ വെച്ചിട്ട് നമ്മളൊരു പിന്നെ നമ്മളുടെ രീതിക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണമാണ് നമുക്ക് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഉള്ള ഇവിടെ ഉള്ള പശുക്കളെ പരിപോഷിപ്പിക്കലാണ് ഇവിടുത്തെ മണ്ണ് നന്നാവണം എന്നുണ്ടെങ്കിൽ ഇത് A2 പശുക്കളാണ് മുഴുവനും ഞാൻ ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ മാത്രം വളർത്തുന്നത്. ഇന്ത്യൻ ബ്രീഡ് പശുക്കൾക്ക് പ്രതിരോധശേഷി കൂടുതലാണ്, പിന്നെ മണ്ണിൻ്റെ പുഷ്ടിപ്പെടുത്താനുള്ള കഴിവൊക്കെ കൂടുതലാണ്, അതിൽ ജീവാണുക്കളൊക്കെ കൂടുതലാണ്. ഞാൻ അനുഭവം കൊണ്ടും പഠിച്ചതാണ്. 1-2 ആൾക്കാർ നമുക്ക് കുറച്ച് ഇങ്ങനെ പറഞ്ഞു തരുമെങ്കിലും പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം പശു വളർത്തിയിരുന്നു. HF പശുക്കളെ വളർത്തിയിരുന്നു, 3 എണ്ണത്തിനെ വളർത്തിയത്. ഞാൻ കൃഷി തുടങ്ങുന്ന സമയത്ത് പശുക്കളുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങിയ എല്ലാം മേടിക്കുകയായിരുന്നു, ചാണകമൊക്കെ വരുന്നു. അപ്പോൾ കീടങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പശുക്കളെ ഇവിടെ മേടിച്ചു. ചാണകത്തിൻ്റെ ആവശ്യം കാരണം പശുക്കളെ മേടിച്ച് അവർക്ക് എന്നും അസുഖം, അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ നമുക്ക് അവരെ അടുത്തുനിന്ന് മാറാൻ പറ്റാത്ത അത്ര എനിക്ക് എൻ്റെ ചിലപ്പോൾ എനിക്ക് തുടക്കത്തിലുള്ള അറിവില്ലായ്മകൾ കൊണ്ടും ചിലപ്പോൾ പരിപാലനം അത്ര. പക്ഷേ എനിക്ക് ഈ ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ ആക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഇവിടെ 27ഓളം പശുക്കുട്ടികളടക്കം 27ഓളം പശുക്കളുണ്ട്. ഇത് ഇന്ത്യൻ ബ്രീഡ് പശു, ഇത് റാത്തിയിലെ വിഭാഗത്തിൽപ്പെട്ട പശുക്കളാണ്. ഇതിനൊക്കെ അത്യാവശ്യം പാല് കൂടുതലുള്ള ടൈപ്പാണ്. പിന്നെ ഈ ഇന്ത്യൻ ബ്രീഡ് പശുക്കൾക്കൊക്കെ പാല് മറ്റുള്ള പശുക്കളെക്കാട്ടും പാല് കുറവായിരിക്കും. കുട്ടികൾക്കൊക്കെ ഏറ്റവും പാല് കൊടുക്കണം എന്നാ പറയാ. പിന്നെ നമ്മൾ പെല്ലറ്റ് കൊടുക്കാതിരിക്കുന്നതും അതിൻ്റെ ഔഷധ ഗുണം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. പെല്ലറ്റ് കൊടുക്കുമ്പോൾ അവരുടെ
ഫുള്ള് ഇങ്ങനെ ഭക്ഷണത്തിൽ പാല് അവരെ ശരീരം മുഴുവൻ കൂടി ബ്ലഡും കൂടി ഇതിലേക്ക് വരുന്നു എന്നാണ്, പാല് കൂടാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടൊന്നും ആ രീതിയിലുള്ള ഒന്നും ചെയ്യാം. അപ്പം പരിപാലനം എന്ന് പറയാൻ ഇവരെന്നെ സമയത്തിന് ഭക്ഷണം കൊടുക്കല് അത് നമ്മൾ പുറത്ത് കൊണ്ട് കെട്ടാറുണ്ട്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ കൃഷികളൊക്കെ ആവുന്നതിൻ്റെ ഇടയിൽ കൊണ്ട് കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ പുറത്ത് മഴ ഇല്ലാത്ത സമയത്തൊക്കെ ആയാലും ഒക്കെ കെട്ടും. പിന്നെ പുറത്ത് അവർക്കായിട്ട് ഒരു സ്ഥലം തിരിച്ചിട്ട് അവിടെ കൊണ്ടേ കെട്ടും. അപ്പൊ ഈ ഇതിൽ നിന്ന് ലഭിക്കുന്ന മറ്റേ പാലും ഇതൊക്കെ സ്വയം ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ അല്ല, സ്വയം ആ പാല് വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലുകൾ ഞങ്ങള് പിന്നെ തൈരായിട്ടും നെയ്യായിട്ടും തൈര് കൊടുക്കണം, പിന്നെ നെയ്യ് കൊടുക്കണം, ഏറ്റവും നെയ്യായിട്ട്. അപ്പോൾ അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതും നമ്മളുടെ പ്രായമുള്ളവർക്കായാലും ആർക്കായാലും കഴിക്കേണ്ടത് നമ്മൾ ഇതാണ്. അത് കാസർഗോഡ് കുള്ളനും അത് താർപ്പാർക്കറാണ്, അത് വേറെ ഒന്നിന്റെ കുട്ടിയാണ്. ഇത് കൃഷ്ണ എന്ന് പറയുന്ന അല്ല, അത് കർണാടകയാണ്. ഇത് കാസർഗോഡ് കുള്ളനാണ്. ഇത് പിന്നെ ഇതും കാസർഗോഡ് കുള്ളൻ. അത് ഇവിടെ എങ്ങനെ ഒരു ബ്രീഡിനെ നിർത്തുന്ന വെച്ചൂരിന്റെ ഒരു കുള്ളൻ കുട്ടിയാണ്. ഇത് വെച്ചൂർ പശുവാണ്. ഇതാണ് വെച്ചൂർ പശുവാണ് ഇത്. പിന്നെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായ കുട്ടികൾ തന്നെയാണ്, ഓരോ റാത്തീന്റെ കുട്ടികളും ഇതൊക്കെ ആയിട്ട്. പിന്നെ അത് കപില എന്ന് പറയും അതിനെ. അത് വെച്ചൂരിന്റെ ഒരു വിഭാഗത്തിൽ തന്നെ ഒരു ദിവസം പ്രത്യേക ദിവസം ജനിക്കുന്ന പശുക്കളാത്ര ഈ കളറിൽ വരിക. ഇതിന്റെ പ്രത്യേകത കണ്ടിട്ടോ, കണ്ണൊക്കെ ഗോൾഡൻ കണ്ണാണ്, മറ്റുള്ള കണ്ണ് പോലെയല്ല. ഇത് ഞങ്ങളുടെ പപ്പുട്ടൻ. ഇവൻ പുങ്കാനൂരിന്റെ ബ്രീഡാണ് വരുന്നത്. കാസർഗോഡ് കുള്ളനില് പുങ്കാനൂർ വെച്ച. ഇവനൊരു പ്രത്യേകത ഉണ്ടായ, ഇവൻ ജനിച്ചപ്പോൾ വൈകല്യത്തോട് കൂടിയിട്ടാണ് ജനിച്ചത്. എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ 3 മാസം കഴിഞ്ഞു. ഇവനെ ഞങ്ങൾ തൃശ്ശൂർ മണ്ണുത്തി കൊണ്ടുപോയിട്ട് ഇവൻ പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് ഇവൻ നടക്കാനും ഓടാനൊക്കെ തുടങ്ങിയത്. കാലിന് ഇതാണ് ജനനത്തിൽ തന്നെ ഇവന് കാലിന്റെ കുഴേന്റെ ഹോള്, ആ കുഴ ഇടുന്ന ഹോളില്ല. അപ്പോ ഇപ്പൊ നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. മണ്ണുത്തിയിൽ കൊണ്ടുപോകായിരുന്നു പെറ്റായിട്ട്. ഭയങ്കര ഇവിടെ മറ്റേ പശുക്കളും പിന്നെ ഇതൊക്കെ കൂടാതെ വേറെന്ത് തരം മത്സ്യകൃഷിയുണ്ട്, ഇടവിള കൃഷികളാണ് കൂടുതൽ. ഇതിന്റെ ഇടയിൽ കൃഷി ചെയ്യുമ്പോൾ തെങ്ങിന് അതിന്റെ വ്യത്യാസം വരുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മള് ഇവിടുത്തെ പൂഴി കണ്ടില്ലേ, ഇവിടുത്തെ മണ്ണ് തീരെ വളക്കൂറില്ലാത്ത കടലിന്റെ. അപ്പൊ ഇതിനെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ഇത് വരില്ല. അപ്പൊ ഇതിനെ ഞാനിപ്പോ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. ചകിരി, ഓലയും മടലും നമ്മളെ ഫാമിൽ നിന്ന് എന്ത് സാധനങ്ങൾ കിട്ടണോ അതിനൊക്കെ ഭൂമിയിലേക്ക് തന്നെ മാറ്റുക. പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ സാധനങ്ങളെയും ഭൂമിയിലേക്ക് തന്നെ ചെല്ലുമ്പോൾ, ഇവിടെ വരുമ്പോൾ ആദ്യം ഒരു സാധനങ്ങളും ഒരു ജന്തുക്കളെ പിന്നെ അതായത് മണ്ണിരേനെ കണ്ടിരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ഭാഗം മുഴുവൻ മണ്ണിരകൾ നിറഞ്ഞു വന്നു തുടങ്ങി. മണ്ണിര ഇല്ലാണ്ട് ഭൂമി നന്നാവില്ല. അപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ ഇടവിള കൃഷികളും നേരെ തെങ്ങിന്റെ ആണെങ്കിൽ തെങ്ങിന്റെ മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരു 5-6 ഐറ്റം സാധനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5-8 ഇനി അതിനെ കൂടുതൽ നമ്മൾ ആക്കി കൊണ്ടുവരികയാണ്. അത് വെർജിൻ ഓയിലുണ്ട്, പിന്നെ ഹെയർ ഓയിലും ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ എന്താണ് വെളിച്ചെണ്ണകൾ 2 തരം, അതായത് മരച്ചക്കിലാട്ടിയതും സ്റ്റീൽ ചക്കിൽ. മരച്ചക്കിലാട്ടുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ചൂടാവണില്ല, അത് നമ്മൾക്ക് ക്വാളിറ്റി കൂടുതലായിട്ടുണ്ടാവും. അത് പിന്നെ സ്റ്റീൽ ചക്കിലാട്ടുമ്പോൾ കുറച്ചും കൂടി ചൂടാവണേ ഉള്ളൂ. പക്ഷെ നമ്മൾ മറ്റുള്ള മെഷീനിലാട്ടുന്ന സമയത്ത് എണ്ണ അത്ര ചൂടാവണില്ല. പിന്നെ ഇവിടെ എള്ള് ചെയ്യുന്നുണ്ട്, അത് എള്ളെണ്ണയായിട്ട് മാറ്റും, എള്ളുണ്ടാക്കിയിട്ട് കൊടുക്കും.
ഈ മറ്റു കൃഷികൾക്കൊപ്പം തന്നെ മത്സ്യകൃഷിയും സജീവമായിട്ടുണ്ടല്ലോ. ഏകദേശം എത്ര സ്ഥലത്താണ്, എത്ര സെന്റിലാണ് ഇപ്പോൾ ഇവിടെ കുളമുള്ളത്? ഇത് കൂടാതെ വേറെ ഉണ്ടോ? വേറെയുണ്ട്. ഇത് 9 സെന്റ് കുളത്തിലാണ് കൃഷി. ഇവിടെ വരാലും കരിമീനും ആണ് ഇതിൽ ചെയ്യുന്നത്. 9 സെന്റ്. ഈ 9 സെന്റ് കുളത്തു നിന്നാണ് ഞങ്ങൾക്ക് 8 ഏക്കറിലേക്കുള്ള വെള്ളം ഞങ്ങൾ സ്പ്രിംഗ്ലറിൽ കൂടെ ആക്കി നനയ്ക്കെടുക്കണത്. എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും. ഇപ്പോൾ വെള്ളം തികയില്ല എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് ഞാനൊരു പുതിയ കുളം കൂടി വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ മീൻ കൃഷി പിന്നെയും തുടങ്ങുകയാണ്. അത് എത്ര? അതൊരു 2-3 സെന്റ് 4 സെന്റ് ഉണ്ടാവും. അതിലിപ്പോ കൃഷി തുടങ്ങണം. അതിലിപ്പോ തന്നെ വരാലുകൾ കൂടിയിട്ടുണ്ട്. ലാഭകരമാണോ? ലാഭകരം എന്ന് പറയാൻ നമ്മളെ ഒരു വിളവെടുപ്പ് ഒരു ഇതായിട്ട് നടത്തുകയാണെങ്കിലൊക്കെ ലാഭമായിട്ട് വരും. നമ്മൾ ഞാൻ കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഫാം ടൂറിസം ഉദ്ദേശിക്കുന്നുണ്ട്. ഫാം ടൂറിസം ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളിവിടെ വരുന്ന ഭക്ഷണം കഴിക്കാനൊക്കെ അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ടൂറിസ്റ്റ് അങ്ങനെ വരികയാണെങ്കിൽ അവിടേക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നതും ഒക്കെ ആവുമ്പോൾ ഒരു ആയിരിക്കില്ലേ, നമ്മളെ ഭക്ഷണം കഴിക്കും. കാർഷിക രീതിയിൽ നിന്നും പുതിയ സംരംഭക രീതികളിലേക്ക് മാറണം. ടൂറിസത്തിന്റെ രീതിയിലേക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒരു ലെവല് ആൾക്കാർ വന്ന് കണ്ട് അവരെ കുറച്ച് സമയം അവരെ സന്തോഷം, കൃഷിയിലേക്ക് വരുമ്പോൾ എത്രയായാലും അതിൻ്റെ സന്തോഷം. അപ്പോൾ ഇവിടുത്തെ ഒരു നല്ല ഭക്ഷണം കഴിച്ച് പോകാനുള്ള ഒരു സാഹചര്യം കൊടുക്കുക. അവർക്കൊന്ന് വന്നിട്ട് ഒരു റിലാക്സ് ആവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ നെല്ലും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി അതായിരിക്കുമല്ലോ, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് പൂർണ്ണമായും ഇവിടെ സാധനങ്ങൾ തന്നെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ചെറുനാരങ്ങ നമ്മളെ 2 ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള അപ്പോൾ ചെറുനാരങ്ങേൻ്റെ അച്ചാറ് മുതൽ അങ്ങനെ ഇടിച്ചക്ക പ്ലാവുണ്ടായി ഇടിച്ചക്ക അച്ചാറ്, ബാക്കി അതിൻ്റെ എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ അങ്ങനെ എന്തിനെ കഴിയുന്നതും വല്ലതും നമ്മളെ പ്രൊഡക്റ്റാണ്. നമ്മൾ ഏതായാലും ഈ ചേച്ചിയുടെ ഈ മൊത്തം കൃഷിയുടെ ഒക്കെ കണ്ടു നടന്നു. കുറച്ച് ഭാഗം മാത്രമാണ് ഇതുവരെ കവർ ചെയ്യാൻ കഴിഞ്ഞത്. ഇനിയും അതിലേറെ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കൊരു വിളവെടുപ്പിൻ്റെ സമയത്ത് തന്നെ കൂടുതൽ ഭാഗങ്ങൾ പ്രേക്ഷകരെ കാണിക്കേണ്ടതുണ്ട്. ചേച്ചി മറ്റേ കർഷകയാണ്, അതുകൂടാതെ ഒരു സംരംഭകയാണ്, കൂടാതെ മികച്ച ഗായികയുമാണ്, മറ്റുള്ള എല്ലാ സംഗീതപൂർണ്ണങ്ങളൊക്കെ കൈകാര്യം ചെയ്താണ്. നമുക്ക് ഏതായാലും ഗായത്രി വീണ ചേച്ചി അത്യാവശ്യം നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഏതായാലും ചേച്ചിയുടെ ഓണക്കല്ലേ, ചേച്ചിയുടെ ഒരു ഗായത്രി വീണയിൽ നിന്ന് നമുക്ക് അതൊന്ന് കേട്ടിട്ട് ഏതായാലും ഈ പരിപാടി അവസാനിപ്പിക്കാം.